ലെൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. ഇപ്പോൾ നമ്മൾ +1 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ ലാസ്റ്റ് സെഷനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് റൂൾസ് ഫോർ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഓർബിറ്റൽസ്. റൂൾസ് ഫോർ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഓർബിറ്റൽസ്, അതായത് ഡിഫറെൻറ്റ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിനുള്ള റൂൾസ് ആണ് പറയുന്നത്. ദ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ടു ദ ഓർബിറ്റൽസ് ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ് ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു ദ 3 റൂൾസ്. അതായത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ 3 റൂൾസിനനുസരിച്ചാണ് അവ ഫില്ല് ചെയ്യുന്നത്. ഈ 3 റൂളും അനുസരിക്കണം. ഏതൊക്കെയാണ്? ഓഫ്-ബൗ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ദി ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഈ 3 റൂൾസുമാണ് ഇലക്ട്രോൺസ് ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യുമ്പോൾ ഈ 3 റൂൾസ് അനുസരിച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഓഫ്-ബൗ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യാം. ദ ജർമ്മൻ വേർഡ് ഓഫ്-ബൗ മീൻസ് ബിൽഡപ്പ്. ഓഫ്-ബൗ മീൻസ് ബിൽഡപ്പ് എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത്. ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ഓർബിറ്റൽസ് മീൻസ് ദ ഫില്ലിംഗ് അപ്പ് ഓഫ് ഓർബിറ്റൽസ് വിത്ത് ഇലക്ട്രോൺസ്. അതായത് ബിൽഡിംഗ് അപ്പ് ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതിനാണ് ബിൽഡിംഗ് അപ്പ് ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് എനർജീസ്. അതായത് ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് എനർജീസ്. ഓർബിറ്റൽസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്? അവയുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അതായത് ലോവർ എനർജി ഉള്ളത് ആദ്യം ഫില്ല് ചെയ്യും. അതുപോലെ ഇൻക്രീസ് ചെയ്യുന്ന ഓർബിറ്റൽസിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. അങ്ങനെയാണ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, അതായത് ഇലക്ട്രോൺസ് ഫസ്റ്റ് ഒക്കുപൈ ദ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ ആൻഡ് ദെൻ ടു ഹയർ എനർജി ഓർബിറ്റൽസ്. ആദ്യം ഏറ്റവും കുറഞ്ഞ എനർജി ഉള്ള ഓർബിറ്റൽ ഒക്യുപ്പൈ ചെയ്യും, പിന്നെ അതിന് അടുത്ത ഓർബിറ്റൽ, പിന്നെ അതിനേക്കാളും എനർജി കൂടിയ ഓർബിറ്റൽ, പിന്നെ അതിനേക്കാളും കൂടിയ എനർജി കൂടിയ ഓർബിറ്റൽ. അങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അതായത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ order of their increasing energies. The orbitals are filled in their order of increasing energies. This rule has 2 sub rules. അപ്പോൾ ഈ റൂളിന് 2 സബ് റൂളുകളുണ്ട്. The various orbitals are filled in the increasing order of their n+l value. അതായത് ഓരോ ഓർബിറ്റൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്നത് n+l വാല്യൂ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ n+l വാല്യൂ. അതായത് ഓരോന്നിൻ്റെയും n+l വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ല് ആകപ്പെടുന്നത്. If 2 orbitals have the same n+l values, അതായത് 2 ഓർബിറ്റൽസിന് സെയിം n+l വാല്യൂ വരികയാണെങ്കിൽ, അതായത് n+l വാല്യൂൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ സെയിം n+l വാല്യൂ വരികയാണെങ്കിൽ ദ ഓർബിറ്റൽ വിത്ത് ദി ലോവർ n വാല്യൂ ഈസ് ഫിൽഡ് ഫസ്റ്റ്. സെയിം n+l വാല്യൂ വരികയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ n വാല്യൂ ഏതിനാണോ അതാണ് ആദ്യം ഫില്ല് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ n വാല്യൂ ഏതിനാണോ അതാണ് ആദ്യം ഫില്ല് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഓർബിറ്റൽസ് ഈസ് ആസ് ഫോളോസ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്നത് ഓർബിറ്റുകളുടെ എനർജിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി അതുപോലെ n+l സെയിം വരികയാണെങ്കിൽ ഏതാദ്യം ഫില്ല് ചെയ്യണം? ലോവർ n വാല്യൂ ഉള്ളത് ആദ്യം ഫില്ല് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ ഓർബിറ്റൽസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതായിരിക്കും? 1s 2s 2p 3s 3p 4s 3d 4p 5s 4d 5p 6s 4f 5d 6p 7s. അതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും.
n+l വാല്യൂ നോക്കുക. സെയിം n+l വാല്യൂ വരികയാണെങ്കിൽ, അതായത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് n+l വാല്യൂ, അതുപോലെ സെയിം n+l വാല്യൂ വരികയാണെങ്കിൽ ആദ്യം ലോവർ n വാല്യൂ ഉള്ളത് ഫില്ല് ചെയ്യുക. അതാണ് ഓഫ്-ബാ പ്രിൻസിപ്പിൾ. ഇനി അടുത്തത് പറയുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. It states that no two electrons in an atom can have the same set of 4 quantum numbers. No two electrons in an atom can have same set of 4 quantum numbers. അതായത് an orbital can accommodate a maximum of only 2 electrons with opposite spin. An orbital can accommodate maximum of only 2 electrons. അതായത് ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ മാക്സിമം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. അതും ഓപ്പോസിറ്റ് സ്പിന്നുള്ള ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 4 ക്വാണ്ടം നമ്പേഴ്സും ഏത് 2 ഇലക്ട്രോൺ എടുത്താലും 4 ക്വാണ്ടം നമ്പേഴ്സ് എന്താവരുത്? സെയിം ആവരുത്. അപ്പോൾ നമ്മളൊരു ഓർബിറ്റൽ വരെ എത്തി വരുമ്പോൾ അതിനൊരു n വാല്യൂ ഉണ്ടാവും, ഒരു l വാല്യൂ, ഒരു m വാല്യൂ, അങ്ങനെ ഒരു ഓർബിറ്റലിൽ എത്തി. ആ ഓർബിറ്റലിൽ ഇനി എത്രണ്ണം ഫില്ല് ചെയ്യാം? ആദ്യം ഒന്ന് ഫില്ല് ചെയ്യാം ഒരു സ്പിൻ ക്വാണ്ടം നമ്പർ വെച്ച്, പിന്നെ വേറെ സ്പിൻ ക്വാണ്ടം നമ്പർ വെച്ചും ഫില്ല് ചെയ്യാം. 2 എണ്ണേ പറ്റുള്ളൂ. കാരണം സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെ ഉള്ളൂ? +1/2 -1/2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ഇലക്ട്രോൺ +1/2 -1/2 വെച്ച് അതിൽ ഫില്ല് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഫില്ല് ചെയ്താൽ എന്താവും? 2 ഇലക്ട്രോൺസിന് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവും. 2 ഇലക്ട്രോൺസിന് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ എത്രണ്ണേ പറ്റുള്ളൂ? 2 ഇലക്ട്രോണേ ഒരു ഓർബിറ്റലിൽ പറ്റുള്ളൂ. അതാണ് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. അതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. If 2 electrons have same values for n, l and m, they should have different values for s. അതായത് n, l, m ഒക്കെ സെയിം ആണെങ്കിൽ, അതായത് ഒരു ഓർബിറ്റലിൽ എത്തി 2p x എന്നുള്ള ഓർബിറ്റലിൽ എത്തിയാൽ പിന്നെ അതിലുള്ള 2 ഇലക്ട്രോൺസിന് ഏതൊക്കെ വാല്യൂസേ പറ്റുള്ളൂ? അതിലുള്ള സ്പിൻ ക്വാണ്ടം നമ്പർ, അതിൽ 2 ഇലക്ട്രോൺസിന് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ 2px കൺസിഡർ ചെയ്താൽ ഒരു ഓർബിറ്റലിൽ എത്തി, ആ ഓർബിറ്റലത്തെ 2 ഇലക്ട്രോൺസിന് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഒന്ന് s = +1/2, അതുപോലെ രണ്ടാമത്തേന് s = -1/2. അങ്ങനെ 2 ഡിഫറെൻറ്റ് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ആയിരിക്കണം ആ ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺസിനും ഉണ്ടാവേണ്ടത്. അതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നമ്മളതിൻ്റെ ഇത് പറഞ്ഞു. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. അടുത്ത തേർഡ് വൺ എന്ന് പറയുന്നത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺ പെയറിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ പാർഷ്യലി ഫില്ലിംഗ് ഓൾ ദ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. Electron pairing takes place only after partially filling all the degenerate orbitals. അതായത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുന്ന ഓർബിറ്റൽസ് ഹാവിങ് സെയിം എനർജീസ് ആർ കോൾഡ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അതായത് സെയിം എനർജികളുള്ള ഓർബിറ്റൽസിനാണ് എന്ത് പറയുക? ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുക. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇലക്ട്രോൺ പെയറിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ all degenerate orbitals are partially filled. അതായത് ഇലക്ട്രോൺ പെയറിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ പാർഷ്യലി ഫില്ലിംഗ് ഓൾ ദി ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഫോർ എക്സാമ്പിൾ, ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ഈസ് 1s2 2s2 2px1 2py1 2pz1 അല്ലെങ്കിൽ 2px1 py1 pz1. അതായത് ആദ്യം pxൽ ഒന്ന് ഫില്ല് ചെയ്തു, പിന്നെ pyൽ ഒന്ന് ഫില്ല് ചെയ്തു, പിന്നെ pzൽ ഒന്ന് ഫില്ല് ചെയ്തു. അതായത് ഈ p ഓർബിറ്റൽസ് 2p എന്നുള്ള സബ്ഷെല്ലിലെ p ഓർബിറ്റൽസിനെല്ലാം സെയിം എനർജിയാണ്. 2p എന്നുള്ള സബ്ഷെല്ലിലെ
p orbitals, 3 തരത്തിലുള്ള p orbitals ഉണ്ട്. 3 different p orbitals 2p എന്നുള്ള സബ്സെൽ ഉണ്ടാവും. 2px 2py 2pz അതാണ് 2p എന്നുള്ള സബ്സെല്ലിലുള്ള p orbitals എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ സെയിം എനർജിയാണ്. 2p സബ്സെല്ലിലുള്ള p ഓർബിറ്റൽസിനൊക്കെ സെയിം എനർജിയാണ്. എനർജി ഏത് വെച്ചാണ് നോക്കുന്നത്? n+l വാല്യൂ വെച്ചിട്ടാണ് എനർജി നോക്കുന്നത്. n+l വാല്യൂ എല്ലാം സെയിം ആയിരിക്കും. ഏതിന്? 2pയിലുള്ള എല്ലാ ഓർബിറ്റൽസിൻ്റെയും n+l വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. 2px 2py 2pz എന്നൊക്കെ പറയുന്നത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ അതിൽ ഇലക്ട്രോൺ പെയറിങ് ഒക്കെ സോൺലി ആഫ്റ്റർ പാർഷ്യലി ഫില്ലിങ് ഓൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അപ്പോൾ എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റൽസും പാർഷ്യലി ഫില്ലായതിന് ശേഷം മാത്രമേ എന്ത് നടക്കൂ? ഇലക്ട്രോൺ പെയറിങ് നടക്കുള്ളൂ. അതായത് എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റൽസും പാർഷ്യലി ഫില്ലായതിന് ശേഷം മാത്രമാണ് ഇലക്ട്രോൺ പെയറിങ് നടക്കുള്ളൂ. അതായത് നൈട്രജൻ്റെ കോൺഫിഗറേഷൻ വരിക 2px1 py1 pz1 ആൻഡ് നോട്ട് 2px2, അതായത് 1:2:2 2px2 py1 എന്ന് എഴുതാൻ പറ്റൂല. pxൽ തന്നെ ആദ്യം 2 ഇലക്ട്രോൺ കൊണ്ടുപോയി പെയർ ചെയ്യാൻ പറ്റൂല. എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റലും പാർഷ്യലി ഫില്ലായതിന് ശേഷം മാത്രമേ പെയറിങ് പറ്റുള്ളൂ. അതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ ഈ 3 റൂളാണ് ഇലക്ട്രോൺസ് ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ്. The distribution of electrons into various orbitals of an atom is called its electronic configuration. അതായത് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു വേരിയസ് ഓർബിറ്റൽസ്. ഡിഫറെൻറ്റ് ഓർബിറ്റൽസിലോട്ട് ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ 2 ways. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 വിധത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് s⁻a p⁻b d⁻c നൊട്ടേഷൻ. ഈ മോഡലിൽ 1:2 2p3 ആ മോഡലിലുള്ള റെപ്രസെൻറ്റേഷൻ. രണ്ടാമത്തെ മോഡൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓർബിറ്റൽ ഡയഗ്രാം. ഓർബിറ്റൽ ഡയഗ്രാം. ദ ഇലക്ട്രോൺസ് ഇൻ ദ കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽസ് ആർ നോൺ ആസ് കോർ ഇലക്ട്രോൺസ്. അതായത് ഇലക്ട്രോൺസ് ഇൻ കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽസ്. ഒരു ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഫിൽഡ് ആണെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസിന് എന്ത് പറയും? കോർ ഇലക്ട്രോൺസ്. ആൻഡ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ആർ കോൾഡ് വാലൻസ് ഇലക്ട്രോൺസ്. അതുപോലെ ഔട്ടർമോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസിന് എന്ത് പറയും? വാലൻസ് ഇലക്ട്രോൺ. അതുപോലെ കംപ്ലീറ്റ്ലി ഫില്ലായ ഉള്ളിലുള്ള ഷെൽസ് ഉണ്ടാവുമല്ലോ, ഔട്ടർമോസ്റ്റ് ഷെല്ലല്ലാത്ത അതിൻ്റെ ഉള്ളിലുള്ള ഷെൽസ്, അത് കംപ്ലീറ്റ്ലി ഫില്ലായ ഷെൽസ് ആർ നോൺ ആസ് ആ ഷെൽസിലുള്ള ഇലക്ട്രോൺസ് കോർ ഇലക്ട്രോൺസ് എന്നറിയപ്പെടും. അതുപോലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ വാലൻസ് ഇലക്ട്രോൺസ് എന്നും പറയും. ഇനി ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് സബ്സെൽസ്. സബ്സെല്ലുകൾ ഹാഫ് ഫിൽഡ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിലും സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ആറ്റംസ് ഹാവിങ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഹാവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കമ്പയർഡ് ടു അതർ ആറ്റംസ്. അതായത് ആറ്റംസ് ഹാവിങ് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ്, ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലോ ഫിൽഡോ ആയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ആറ്റംസിന് എന്താണ്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി കമ്പയർഡ് ടു അതർ ആറ്റംസ്. മറ്റുള്ള ആറ്റംസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലോ ഫിൽഡോ ആയ ആറ്റംസിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ദിസ് ഈസ് ഡ്യൂ ടു ദെയർ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. അത് എന്തുകൊണ്ടാണ്? ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡോ ആകുമ്പോൾ എന്തായിരിക്കും? സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇലക്ട്രോൺസ് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ആൻഡ് ഗ്രേറ്റർ എക്സ്ചേഞ്ച് എനർജി, അതായത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസും ആയിരിക്കും. അതുപോലെ ഗ്രേറ്റർ എക്സ്ചേഞ്ച് എനർജിയും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ
The electronic configuration of chromium is argon 3d5 4s1. ആർഗൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് ആണ്. ആർഗൺ 3d5 4s1. അതായത് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് 3d5 4s1 എന്നാണ്, അല്ലാതെ 3d4 4s2 എന്നല്ല എഴുതുന്നത്. 3d4 4s2 എന്നല്ല എഴുതുന്നത്. ഇവിടെ ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി എസ്സിലുള്ള ഒരു ഇലക്ട്രോൺ ഏതിലേക്ക് വരും? ഡിയിലേക്ക് വരും. അതായത് ആദ്യം 4s ആണ് ഫില്ല് ചെയ്യുന്നത്. n+l റൂൾ വെച്ചിട്ട് ആദ്യം 4s ആണ് ഫില്ല് ചെയ്യുന്നത്. 4s2 3d4 എന്നുള്ളതാണ് ശരിക്കും നമ്മൾ എഴുതുമ്പോൾ വരേണ്ടത്, എനർജി ഓരോ പ്രിൻസിപ്പിൾ വെച്ച് എഴുതുമ്പോൾ വരേണ്ടത്. ബട്ട് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റിക്കും വേണ്ടി അത് 3d5 4s1 എന്നാകും. 3d5 4s1 എന്ന് ആകും. This is because d5 represent a half field configuration and has extra stability. അതായത് എന്തുകൊണ്ടാണ് ഈ d5 എന്നുള്ളതാകുമ്പോൾ എന്താണ്? ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആണ്. ഡിയിൽ മാക്സിമം പറ്റുന്നത് 10, അപ്പോൾ അതിൽ ഹാഫ് ഫീൽഡ് എന്ന് പറയുന്നത് 5. അപ്പോൾ d5 represents a half field configuration and has extra stability. അപ്പോൾ ഇങ്ങനെ കോൺഫിഗറേഷൻ ആകാൻ കാരണം 3d5 4s1 അങ്ങനെ കോൺഫിഗറേഷൻ ആവാൻ കാരണം ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി കാരണമാണ്. സിമിലർലി ഫോർ കോപ്പർ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3d10 4s1. 3d10 4s1 എന്നാണ്, അല്ലാതെ എന്തല്ല 3d9 4s2 എന്നല്ല. ശരിക്കും 3d9 4s2 എന്നാണ് എഴുതി വരുമ്പോൾ ആവുക. ബട്ട് എന്താണ് ശരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 3d10 4s1. അതായത് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റിക്കും വേണ്ടി ഈ 4s2ലുള്ള ഒരു ഇലക്ട്രോൺ 4sലുള്ള ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? 3dയിലോട്ട് പോകും. അപ്പോൾ 3d എന്നുള്ളത് കംപ്ലീറ്റ്ലി ഫിൽഡും ആവും, 4s എന്നുള്ളത് ഹാഫ് ഫിൽഡും ആവും. അപ്പോൾ രണ്ടും സ്റ്റേബിളാണ്. അതായത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അതിൻ്റെ കോൺഫിഗറേഷൻ, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും ആറ്റത്തിന് ഉണ്ടായിരിക്കുക. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അങ്ങനെ സ്റ്റെബിലിറ്റി എത്താൻ ആറ്റങ്ങൾ നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. നമ്മൾ കുറേ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു, അതിലുള്ള ഒരുപാട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു എന്ന് കരുതുന്നു. താങ്ക് യു.